എത്രയെത്ര ആളുകളല്ലേ ഓരോ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ക്യാൻസറും ട്യൂമറും അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങൾ തളർന്നു പോയവരടക്കം എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. പലരെയും കാണിച്ചു ഉസ്താദെ, ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു. മാനസിക പ്രയാസമുള്ളവർ, ശാരീരികമായി മറ്റു പല വേദനകളും അനുഭവിക്കുന്നവർ. ഞാൻ പറയട്ടെ, നമ്മൾ മരുന്നൊക്കെ കഴിക്കുക, എല്ലാം കൃത്യമായി പോകുന്നതോടൊപ്പം ഈ സ്വലാത്ത് നിങ്ങൾക്ക് 10 തവണ ഇന്ന് ചൊല്ലാൻ പറ്റുമോ? ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു വെള്ളിയാഴ്ചയല്ലേ, ഇന്നങ്ങ് തുടങ്ങുക. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 10 തവണ അല്ലെങ്കിൽ 11 തവണ നിങ്ങളുടെ ലൈഫിൽ ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് മാറ്റിത്തരും. പടച്ചോന് മാറ്റാൻ കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് രോഗം തരുന്നവൻ അവനാണ്. ഷാഫിയും അള്ളാഹു തന്നെയാണ്. ഷിഫയാക്കുന്നവൻ അവനാണ്, ഇല്ലേ? ആ റബ്ബിൻ്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമനോഹരമായൊരു സ്വലാത്ത് ഇങ്ങനെ പതിവാക്കുമ്പോൾ കാരുണ്യവാനായ തമ്പുരാൻ അവൻ്റെ ഹബീബിനെ നമ്മൾ ഇത്രമേൽ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ തട്ടിക്കളയില്ലല്ലോ. അവൻ അർഹമുർ റഹീമീനല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സ്വലാത്തിനെ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പരിചയപ്പെടുത്തുന്നത് തന്നെ മാരക രോഗങ്ങൾക്ക് പോലുള്ള മരുന്നാണെന്നാണ്. എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോ, അള്ളാഹു നിങ്ങളെ കൈവിടൂല കേട്ടോ. അള്ളാഹു കൈവിടൂല. ഉറപ്പ് വേണം. വെറുതെ അങ്ങ് ചൊല്ലി നോക്കുക, അങ്ങനെയല്ല. ഉറപ്പ് വേണം, ഉറപ്പ് വേണം. ആ ഉറച്ച ബോധ്യത്തിൽ നിന്ന് ചൊല്ലുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ദാരിദ്ര്യമില്ലാതാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദാരിദ്ര്യമില്ലാതാകും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും, നിങ്ങൾ അത്ഭുതങ്ങൾ ദർശിക്കും. എല്ലാത്തിലുമുപരി അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പടച്ചവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലേ, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കാണുന്ന നിമിഷം. അള്ളാഹുവേ, ഹബീബാൽ സന്തോഷിക്കപ്പെടുന്ന സദസ്സായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തിന് വലിയ പ്രത്യേകത ഉണ്ട് അല്ലേ? സ്വലാത്തൊരു അത്ഭുതമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മേലിലുള്ള സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്യും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ് അല്ലേ? നമുക്ക് കയ്യിൽ ഒന്നിനെ തികയണില്ല. ചില സമയത്ത് പ്രതിസന്ധിയാണ്. മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരികയാണ്. സ്വലാത്ത് മുറുകെ പിടിച്ചോ. എങ്ങനെ സ്വലാത്തിലാണ്? വെറുതെങ്ങ് വാഗൊണ്ടല്ല, അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ ചൊല്ലുന്നത് നമുക്കത് പ്രവൃത്തിപഥത്തിൽ വരണമെങ്കിൽ, അതിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഖൽബ് കൊണ്ട് ഉറച്ച മനസ്സോടെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് എൻ്റെ ഹബീബിനെ കാണാനുള്ള കൊതിയോടുകൂടെ മനസ്സ് വിതുമ്പി, ചുണ്ട് വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞ് ആ ഇഷ്കോടുകൂടെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹു അതിന് പരിഹാരം തരും. നമ്മുടെ ദാരിദ്ര്യമൊക്കെ അകന്നു പോണത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കണത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. ഹബീബിൻ്റെ സ്വലാത്തിന് എന്തൊരു മാധുര്യമാണ്.
നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ സമാധാനമില്ലായ്മയും ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നീക്കി തരുമാറാകട്ടെ. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സദസ്സിൽ നിന്ന്, ഒരു മജ്ലിസിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ 3 സ്വലാത്ത് ചൊല്ലിയാൽ, അതുകൊണ്ടാണ് നമ്മൾ പിരിയാൻ നേരത്ത് 3 സ്വലാത്തിൽ പിരിയാം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നൊക്കെ നമ്മൾ ചൊല്ലുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ. 3 സ്വലാത്തിൽ പിരിഞ്ഞാൽ എന്താ? നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിൽക്കുന്നതിന് മുൻപ്, നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് അള്ളാഹു നിങ്ങളുടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു തരും. ആ സദസ്സിലുണ്ടായ അപക്വമായ പെരുമാറ്റങ്ങളാണെങ്കിൽ അങ്ങനെ എന്ത് പാപമാണോ പടച്ചോനത് പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് മുത്തുനബിയുടെ സ്വലാത്താണെന്നേ. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ സ്വബാഹുൽ ഖൈറിൽ എത്ര സ്വലാത്തിൽ നിന്നുണ്ട്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, 3 സ്വലാത്തായി. സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലാറില്ലേ? ഹദ്ദാദ് റാത്തീബിൽ ആ ദിക്കറുകൾക്കിടയിൽ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. കണ്ടോ, അവിടെ ഒരു സ്വലാത്ത് 3 തവണ കൊടുത്തെന്തിനാ? ആ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശരിക്ക് ഹബീബ് എന്നെ സ്നേഹിക്കണം, എൻ്റെ ഹബീബിന് എനിക്കിഷ്ടമാണെന്നുള്ള ബോധ്യത്തിൽ, എനിക്ക് വേണ്ടത് എൻ്റെ മുത്തുനബിയുടെ പ്രണയമാണെന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. ഹബീബിനെ കാണാനുള്ള കൊതിയോടുകൂടെ ചൊല്ലണം. സ്വലാത്ത് മുത്തുനബിയെ സ്നേഹിച്ച് ചൊല്ലുന്നവരാണോ? നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. എത്ര വലിയ പ്രതിസന്ധിയിലും പടച്ചോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വലാത്താണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയ, മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണത്. ഷാഫിഈ ഫിഖ്ഹിലെ ഇത്രമേൽ വലിയ ആധികാരികമായൊരു ഗ്രന്ഥം ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. അതിൻ്റെ മുഖദ്ദിമയിൽ തുടക്കത്തിൽ കാണാം, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഞാൻ ഈ ചെയ്തത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. വല്ല റിയാഓ മറ്റോ എൻ്റെ കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരായി പറയണേ? എന്തൊരു പാണ്ഡിത്യമാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ വിനയം നിങ്ങൾ നോക്ക്. എൻ്റെയൊക്കെ മനസ്സിൽ വല്ല റിയാഓ, അതായത് ലോകമാന്യതയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും തകരൂലേ? അങ്ങനെയൊന്നും വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, സ്വലാത്തൻ വസലാമൻ അഫൂസു ബിഹിമ. ഞാൻ ചൊല്ലിയ സ്വലാത്തും സലാമൊക്കെ ഉണ്ടല്ലോ, അതെന്നെ രക്ഷപ്പെടുത്തും. അതിന് നിങ്ങളുടെ ദുആയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഉറപ്പുണ്ട് സ്വലാത്തും സ്വലാമൊക്കെ എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ അതുകൊണ്ട് വിജയിക്കൂ എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ വരക്കണം. അപ്പോൾ സ്വലാത്തും സ്വലാമും സലാമും നമ്മളെ വിജയിപ്പിക്കും, ഉറപ്പാണ്. നമ്മളെ വിജയിപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ചൊല്ലുമ്പോൾ ഉറപ്പാണ് നമുക്കാണ് വിജയം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് ഇങ്ങനെ ദിവസേന ശീലമാക്കുന്നവർക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കാരുണ്യം ഉറപ്പല്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മളിങ്ങനെ ഡെയിലി ഒരു 11 തവണയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയണ സ്വലാത്ത്, നമ്മൾ പറഞ്ഞ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾക്ക് അറിയുന്നൊരു സ്വലാത്ത് 11 തവണ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ പടച്ചോൻ ഇത് കാണല്ലേ? അല്ലേ? എൻ്റെ ഹബീബിൻ്റെ സ്വലാത്തല്ലേ ഇവനിങ്ങനെ വർദ്ധിപ്പിക്കണത്. ഇത് പതിവായി ഇങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോടൊരിഷ്ടം. എല്ലാത്തിലപ്പുറം എൻ്റെ ഹബീബിനെ അള്ളാഹ് നമുക്ക് കാണിച്ചു തന്നാലോ? അല്ലേ? ഹബീബായ തങ്ങളെ കാണാൻ കൊതിയുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? من رأى وجهك يسعد يا كريم الوالدين حوضك الصافي المبرد يا رسول الله بردنا يوم النشور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ടവൻ വിജയിച്ചു എന്നാണ്. മുത്തുനബിയെ കണ്ടോ നമ്മൾ വിജയിച്ചു. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം, അബൂജഹൽ മുത്തുനബിയെ കണ്ടില്ലേ ഉസ്താദെ? ഇല്ല, അബൂജഹൽ മുത്തുനബിയെ കണ്ടിട്ടില്ല. ഇവിടെ ചില ആളുകൾ കാണുന്ന പോലെ കണ്ടിട്ടുള്ളൂ. അവർ കണ്ടത് സാധാരണ ഒരു മുഹമ്മദ്, സാധാരണ ഒരു അറബിപ്പയ്യൻ. നമ്മൾ കാണേണ്ടത് റസൂലുള്ളാഹിയെയാണ്, ഹബീബുല്ലാഹിയെയാണ്, അള്ളാൻ്റെ ഹബീബിനെയാണ്. അങ്ങനെ കണ്ടാൽ അവർ വിജയിച്ചു, ഉറപ്പാണ്.
മദ്ഹ് ചൊല്ലണം എന്നുണ്ട്. ഈ പ്രഭാത സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് സൗണ്ട് വരണില്ല അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളിങ്ങനെ ചൊല്ലണത് മുത്തുനബി മദീനത്ത് കിടന്ന് കാണണം. ഹബീബായ തങ്ങളിങ്ങനെ കണ്ടിട്ട് സ്വബാഹുൽ ഖൈർ കുടുംബത്തോടൊരു സ്നേഹം മുത്തുനബിക്ക് തോന്നണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ പഠിക്കണത്, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തളർന്നു പോയവരുണ്ട്, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫാ നൽകട്ടെ. ഉസ്താദ് എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും രോഗം കുറയണില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് തുടങ്ങിക്കോ. ഒരു 11 തവണ എല്ലാ ദിവസവും ഓതുക. ഓതാൻ പറ്റാത്തവരാണെങ്കിൽ മറ്റുള്ളവർ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. ഇതിങ്ങനെ പതിവാക്കി നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബിഅദദി കുല്ലി ദാഇം വദവാ. കണ്ടോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബിഅദദി കുല്ലി ദാഇൻ വദവാ. ഒരിക്കൽ കൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബിഅദദി കുല്ലി ദാഇൻ വദവാ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഈ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അല്ലേ. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നന്മകളൊക്കെ നമ്മൾ ചെയ്യുക. ലൗ അൻസൽന സൂറത്ത് ഓതുക, അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഓതുക, സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക, അതുപോലെ കഹ്ഫ് സൂറത്ത് ഓതുക, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥാക്കുക. ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുക. ഇത് ഈ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ള നെയ്യത്തിൽ ഇതൊക്കെ ചൊല്ലുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്ക് ഹബീബായ തങ്ങളുടെ അല്പം 2-3 വരി മദ്ഹ് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണല്ലോ, ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഹ്മദുല്ലാഹൽ വലി സലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൽ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തൗബത്തൻ طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جدلي عابدين مفلسين من انسداد المذهبي حب حبين بحبوح يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني مشربي كلمتني يا نبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله
അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. സ്വലാത്തുകളുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഖദ്ദസിൻ്റെ അടുത്ത് വരുമ്പോൾ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു നബിയെ കണ്ടു. ആരാണ്? ഇല്ലേ, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരി. മൂസാ നബി അവിടുത്തെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അമ്പിയാക്കളെ മഹബത്ത് വെക്കണം, അവരുടെയൊക്കെ മദത് ലഭിക്കണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, മക്ക വിജയവേളയിൽ കഅബാലയത്തിൻ്റെ താക്കോല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിക്കാനായിട്ട് കൊടുത്തത് ആരുടെ കയ്യിലാണ്? മക്ക വിജയവേളയിൽ മുത്തുനബിയുടെ കയ്യിലാണല്ലോ അപ്പോൾ അധികാരം. ആരുടെ കയ്യിലേക്കാണ് കഅബാലയത്തിൻ്റെ താക്കോല് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം യാ റബ്ബന ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാ. ചൊല്ലിയ സ്വലാത്തുകൾ സ്വീകരിക്കണേ അല്ലാ. ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ്, അസുഖബാധിതരായ ധാരാളം ആളുകൾ ഈ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ലാ. പടച്ചവനെ, കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ഛിദ്രത കളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന. പടച്ചവനെ, ഞങ്ങൾ നീ കൈവിടിയല്ലേ അല്ലാ. ഞങ്ങളെ നീ കൈവിടിയല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ, സന്താനങ്ങളെ നേർവഴിയിലാക്കണേ അല്ലാ. പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ഞങ്ങൾക്കുള്ളതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക്, അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, അതുപോലെ ഗർഭിണികൾക്ക് എല്ലാവർക്കും റാഹത്തായ നിലക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് കമൻറ്റിൽ ടൈപ്പ് ചെയ്തു വെച്ചവർ, വേണ്ട ഇനി ഖൽബിൽ എല്ലാ പ്രയാസങ്ങളും കരുതിക്കൊണ്ട് നിന്നിലേക്ക് കൈ ഉയർത്തുന്നവർ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല. ഈ വെള്ളിയാഴ്ചയുടെ ദിവസം കൊണ്ട് ബറക്കത്തുകൊണ്ട് പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ സന്തോഷം നൽകണയല്ല. പ്രിയപ്പെട്ട വയനാട്ടിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണയല്ല. അവരിൽ നിന്ന് മൺമറഞ്ഞവരുടെ ബർസഹി ജീവിതം സന്തോഷത്തിലാക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണയല്ല. അവിടത്തോടുള്ള മഹബത്ത് നൽകണയല്ല. അവിടുത്തെ കനവിലെങ്കിലും കാണാൻ പലയാവർത്തി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.